വാട്സാപ്പ് യൂട്യൂബ് വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട് ഫോർക്കിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ആണ്. സോ നമ്മൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ മാറ്റാൻ പോവുകയാണ്. സോ ആ ഓയിൽ മാറ്റുന്ന കൂട്ടത്തിൽ ഞാൻ ഫോർക്ക് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതും എങ്ങനെയാണെന്നും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. സോ അതായിരുന്നു ഈ സാധനം അയച്ചു വെച്ചേക്കണം എന്താണെന്ന് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. സോ നമ്മൾ ഈ ഒരു സ്പ്രോക്കറ്റ് മാറ്റാൻ പോവുകയാണ്. സോ അതിൻ്റെ കാര്യം എന്താണെന്നും ഞാൻ വീഡിയോ ഓൺ ദ കണ്ടിന്യൂഷനിൽ ഓരോന്നായിട്ട് കവർ ചെയ്ത് തരാം. നമ്മുടെ ലോക പ്രശസ്തമായ മെക്കാനിക് അബി വണ്ടിയുടെ ഓരോ പാർട്ട് എന്താ ട്രോളല്ല വ്ളോഗാണ്. വണ്ടിയുടെ ഓരോ നട്ടും ബോൾട്ടുമായി ഊരിക്കളയുന്നു. ഇതിൻ്റെ അകത്തുള്ള സാധനം മറ്റേ എടുത്ത് കാണിക്കാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നുള്ളത്? ഇതിൻ്റെ അകത്ത് ഫുള്ളിളക്കണം എന്ന് വെച്ചാൽ ഫോർക്ക് അസംബ്ലി ഇപ്പം എന്തായാലും അതൊന്ന് എടുത്ത് കാണിക്കണമെന്നുണ്ട്. ഒരു സൈഡ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തൽക്കാലം? കാരണം നമ്മൾ ഓയിൽ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഫുള്ള് ഓയിൽ സീലൊന്നും മാറേണ്ട ആവശ്യമില്ല. സോ പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരു സൈഡ് മാത്രം അതിൻ്റെ അകത്ത് എമ്മാതിരി ബിയറിംഗ് ആണോ ഉള്ളത്, ഏത് സൈസിൻ്റെ ബിയറിംഗ് ആണുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേയിൽ ഇത് കാണിച്ചു തരാം. പക്ഷെ നോർമലി ബിയറിംഗ് ഇടാറില്ല. നോർമലി ഇവർ മറ്റേ ബുഷ് ലേത്തിൽ നിന്ന് ബുഷ് ചെയ്തായിരിക്കും ഇടുന്നത്. സോ ഞാൻ കാശ് ലാഭിക്കാനും എൻ്റെ മണ്ടത്തനം കാരണം വിട്ട ഒരു സാധനമാണ്. പക്ഷേ 10-20,000 കിലോമീറ്റർ ഓടി ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഫോർക്ക്. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഫോർക്ക് ബൂട്ട് അപ്പം തന്നെ ഊരുമ്പോൾ തന്നെ ഇടാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലേബർ വരുന്ന ഒരു പണിയാണ്. കാരണം ഇത് ഫുള്ള് അയച്ചാൽ മാത്രമേ ഈ ഫോർക്ക് ബൂട്ട് ഇടാൻ പറ്റൂ. പിന്നെ ഇത് ഇട്ടേക്കണ ഫോർക്ക് ബൂട്ട് ഇതാണ് റോയൽ എൻഫീൽഡ്. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് GTയുടെ ഫോർക്ക് ബൂട്ടാണ്. സോ നമുക്കിത് ഊരിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഫുള്ള് ഡിസ്മാൻഡിൽ ഉണ്ട്. ഡിസ്മാൻഡിൽ ചെയ്യാണ്ട് ഇതിൻ്റെ അകത്തുള്ള എടുക്കാൻ പറ്റില്ലല്ലേ? അപ്പം ഇത് ഊരിയത് എന്തെന്ന് വെച്ചാൽ ഇതൊന്ന് അകത്തൊന്ന് ക്ലീൻ ചെയ്ത് WD-40 അടിച്ചിടണം. അതുപോലെ തന്നെ ഈ ഓയിൽ സീലും ഒന്ന് WD-40 അടിക്കണോ? അതൊന്ന് അടിച്ച് അതിൻ്റെ അകത്ത് WD-40 അടിച്ചിടണം. സോ അതിനാണ് ഈ രണ്ട് കാര്യം. കാരണം ഓയിൽ സീൽ പൊട്ടിയിട്ടൊന്നുമില്ല. സോ പൊട്ടാത്ത ഓയിൽ സീലിന് പോയി. സോ ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 13,000 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ഓടിയ ഒരു ഓയിലാണ്. അതിൻ്റെ കളർ അങ്ങനെ ഉണ്ടെന്ന് തോന്നണോടാ. ഇതിലൊഴിക്കുന്നത് ഇത് ഏകദേശം ഇത് ബ്രൗൺ കളർ, ഇത് ഗ്രേയിഷ് കളറിലാണ്. ആഷ് കളർ ഇതാണ് സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞ 3 പേര്. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഈ 3 പേര് ആയിരുന്നു. ഞാൻ വെച്ച് താഴെ ഇട്ടേ. ഇല്ല ഇതാ സ്പ്രിങ്ങിന് കംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 ബിയറിംഗ് ആണ് ഞാൻ പറഞ്ഞത്. നോർമലി ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് മറ്റേ ബുഷ് ചെയ്തിടും. ഞാൻ ആ ബുഷ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ 3 ബിയറിംഗ് എടുത്ത് അതിൻ്റെ അകത്തിട്ട് ഞാൻ സ്വന്തം ചെയ്ത അല്ലെങ്കിൽ ഇതിൻ്റെ നീളം കൂട്ടണം. അതെ. സോ ഞാൻ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മാതിരി ഒരു 3 ബിയറിംഗ്, ഇത്രയും ഹൈറ്റ് ഫോർക്കിന് 3 ബിയറിംഗ് ഇട്ട് കൂട്ടി. ഇത് 3 ആക്റ്റീവയുടെ വീൽ ബിയറിംഗ് ആണ്. സംതിങ് ലൈക്ക് ദാറ്റ്. ഇതിങ്ങനെയാണ് ഞാൻ ഫോർക്കിൻ്റെ ഇത് കൂട്ടിയത്. ഇത് ഏകദേശം ഗ്രേയിഷ് കളറാണ്. ആക്ച്വലി ഇതിൽ ഉപയോഗിച്ചിരുന്ന ഓയിൽ മറ്റേ യമഹ 10W ഓയിലാണ്.
നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മോട്ടോറിൻ്റെ മോട്ടോറിൻ്റെ 20 W എത്രയാണ്? 20W. ഇതും കൂടെയാണ് ഇതിൻ്റെ ഹൈറ്റ് വയ്ക്കുന്നത്. നോർമലി ഇതിൻ്റെ ഹൈറ്റ്, അതായത് ഇതുപോലത്തെ ഒരു ട്യൂബ് സൈസ് നോക്കിയിട്ട് ഈ ഹൈറ്റിന് വെട്ടി അതിൻ്റെ അത്ര, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബുഷ് ചെയ്തിടാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഇതുപോലെ ഇതിടാം. സോ നോർമലി ഇതിൽ ഉപയോഗിക്കേണ്ട ഓയിലിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 350 ml ആണ്. പക്ഷേ ഞാനിതിൽ 400 ml ഉപയോഗിക്കും. കാരണം അതിൻ്റെ കംപ്രഷനും ഇതും എനിക്ക് ലൈക്ക് എൻ്റെ യൂസിന് എങ്ങനെയാണോ എന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്ത് അറിഞ്ഞിട്ടാണ് ഞാൻ ആ 400 ml ഓയിൽ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരാം. രണ്ടും വവ്വാലിനെ പോലെ കെട്ടിത്തൂക്കി ഇട്ടേക്കണേ 2 ഫോർക്കും ഫുള്ള് എൻ്റെ അകത്തുള്ള ഓയിൽ. ഇത് ക്ലീൻ ചെയ്യാവോ അകത്ത്? ഇതിൻ്റെ അകത്ത് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാവോ? ഇപ്പോൾ നിങ്ങളെ ക്ലീൻ ചെയ്യുന്നത് ഇത്? ഓക്കെ. എന്നിട്ട് ഇത് എങ്ങനെ ഇളക്കിയോ അതുപോലെ തിരിച്ച് സെറ്റ് ചെയ്യും. ഇത് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. പിന്നെ ഇത് ഫുള്ള് ഇപ്പോഴത്തേക്ക് ഇറക്കിയത് കൊണ്ട് കോൺസെപ്റ്റ് നല്ലതാണ്. പക്ഷേ ഇത്ര ഇളക്കുന്ന കൊണ്ട് ഞാൻ ഇതും വാട്ടർ പ്രൂഫ് ഗ്രീസ് കൊണ്ട് റീഗ്രീസ് ചെയ്തിടും. തിരിച്ചും ഗ്രീസിങ് ചെയ്തിടണം. സോ ഇതൊക്കെ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. അപ്പം ഇത് ഫുള്ള് ഇതോടെ സെറ്റോടെ ഇളക്കിയിട്ട് കോൺസെപ്റ്റും നമ്മൾ റീഗ്രീസ് ചെയ്തിടും. അത്രേ ഉള്ളൂ. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ നടക്കുന്നത് എന്നുള്ളത്. കുറേ സാധനം. പിന്നെ സോ ഇത് ഫ്രണ്ട് സ്പ്രോക്കറ്റ്. ഇതെന്തിനാന്ന് വെച്ചാൽ എന്താ ഓരോ 5000 കിലോമീറ്ററിലും ഇത് തന്നെ മാറുന്നത് നല്ലതാണ്. കാരണം ഷാഫ്റ്റ് ഓൾറെഡി പ്ലേ വന്ന് FC സ്ഥിരം വരുന്നൊരു പ്രശ്നമാണ് ഷാഫ്റ്റ് പ്ലേ. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം. പക്ഷേ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പും കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം ആ ക്ലിപ്പ് അങ്ങനെ കിട്ടാറില്ല. ബട്ട് വിജയണ്ണ സോ ഇതെന്തുവാ? ഇത് ക്ലച്ച് സ്വിച്ച്. സോ ക്ലച്ച് സ്വിച്ച് പോയി കിടക്കുവാണ്. ഇത് സ്പ്രോക്കറ്റ് റബ്ബർ FC-യുടെ. ഇത് ബാക്ക് വീലിന് പ്ലേ കൂടുമ്പോഴോ ഇല്ല, ഇത് പോയി കിടന്നാൽ ബാക്ക് വീലിന് ഭയങ്കര പ്ലേ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സൈഡ് വണ്ടി ചരിഞ്ഞൊക്കെ ബാക്ക് സൈഡ് പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. സോ അത് ഒന്ന് ഇതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുങ്ങാംബുഷിൻ്റെ ആയിരിക്കാം. സുങ്ങാംബുഷ് ഓൾറെഡി മാറിയതാണ്. സോ ഞാനിപ്പം ഇത് മാറുവാണ്. ചെറിയൊരു പ്ലേ കൂടുതലാണെങ്കിൽ അതൊക്കെ ഇത് പോയതിൻ്റെ ഒരു കാരണമായിരിക്കാം. സോ അതുകൊണ്ട് ഇത് മാറുന്ന കാര്യമൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇത് ഊരിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ ഹെഡ്ലൈറ്റ് ഫുള്ള് ഊരണം. എന്നാൽ മാത്രമേ അത് ഡീഗ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയും ഗ്രീസ് ചെയ്യണം. ഇവിടെയും ഒരു ബിയറിംഗ് ഉണ്ട്, ഇവിടെ ഒരു ബിയറിംഗ് ഉണ്ട്. 2 ബിയറിങ്ങും വാട്ടർ പ്രൂഫ് ഗ്രീസും കൊണ്ട് നമ്മൾ ഡീഗ്രീസ് ചെയ്യും. സോ അതാണ് ഇതിൻ്റെ പരിപാടി. സോ ഫോർക്ക് ബൂട്ടൊക്കെ കഴുകി സെറ്റാക്കി ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ WD-40 അടിക്കണം. സോ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫോർക്ക് അവിടെ ഇതാവുന്നുണ്ട്. അതിൻ്റെ അതായത് ഓയിലിൽ ടെസ്റ്റ് ക്യാപ്പ് ഊരി അതിൻ്റെ അടിക്കത്തും WD-40 അടിക്കണം. എന്നിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ, ഓയിൽമാർ സെറ്റ് ചെയ്യണം. ഈ വണ്ടിക്ക് നേരത്തെ ഈ ഒരു ഇത് ഇത്ര എൻ്റെ കോൺസെപ്റ്റ് മാറിയാലും ഇതിൻ്റെ പ്ലേ നിൽക്കില്ലായിരുന്നു. സോ അത് ഞാൻ കോൺസെപ്റ്റ് 2 തവണ മാറി നിന്നില്ല. പിന്നെ സ്റ്റെം മാറാമെന്ന് പറഞ്ഞ് ഞാൻ മെക്കാനിക്കിൻ്റെ കൊണ്ടുപോയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പഴയ വണ്ടി ആയതുകൊണ്ട് സ്റ്റെം മാറിയാലും നിൽക്കില്ല, അപ്പം ഇത് ലേത്തി കൊടുത്ത് സെറ്റ് ചെയ്യണമായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഈ ഒരു ഇത് മാത്രം ലേത്തി കൊടുത്ത് കറക്റ്റ് ഈ വണ്ടിയും കൊണ്ട് ലേത്തി കൊടുത്ത് ഇത് കറക്റ്റ് വെൽഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത്, അപ്പം ആ ഒരു കോൺസെപ്റ്റിൻ്റെ പ്ലേയും ഇഷ്യൂവും അങ്ങനെയാണ് നിന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമുക്ക് ലേത്തി കൊടുത്ത് ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്തത്. അപ്പം അവർ പറഞ്ഞെങ്ങനെയാണ് പഴയ വണ്ടി ആയതുകൊണ്ട് അകത്തും അതുപോലെ പ്രശ്നം കാണും, അപ്പം അതിനനുസരിച്ച് സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പുതിയത് മാറിയാലും ആ പ്ലേ വരും എന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്.
കോൺസെപ്റ്റ് മാറുന്നില്ല, നമ്മളത് നല്ല കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ തിരിച്ച് ഗ്രീസ് ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. മുകളിലെത്തത് എവിടെടാ? മേളിയിരിക്കും. അത് ഊരിയില്ലേ നീ? ഈ നമ്മളിത് ഊരുമ്പോഴേ ഇത് പോയാ ഇല്ലേ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഒരുമാതിരി മാർക്കിങ് പോലെ വീഴും. ബാളിരിക്കുന്നതിൻ്റെ 1 2 3 4 ഇങ്ങനെ കാണും. ഇതിലുണ്ടോ? ഓക്കെ. ഇങ്ങനെ വരുന്നതാണെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ ഇത് വെച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? വളരെ പൊതുവെ ഇതിന് കോൺസെപ്റ്റ് ഈ പ്രശ്നം വരുമ്പോൾ അറിയാം മതിയോ? ഇതൊരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, എത്ര തന്നെ പ്രശ്നം വന്നിട്ടും സോൾവ് ആകാതിരുന്നതാണ്. പിന്നെ ലേത്തി കൊടുത്ത്, കാരണം പഴയ വണ്ടി ആയതുകൊണ്ട് അവർ പറഞ്ഞു പുതിയത് ഇതിട്ടാലും ആ പ്ലേ വരും. കാരണം ഇതിൻ്റെ അകത്തും ആ ഒരു ഇതുണ്ടല്ലോ. ഇത് ഫുള്ള് പഴയ ഗ്രീസൊക്കെ തുടച്ച് കളഞ്ഞു. ഇതുപോലെ മുകളിലത്തേതും പഴയ ഗ്രീസൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഊരിയതുപോലെ തിരിച്ചത് റീസെറ്റ് ചെയ്യും. പുതിയ ഗ്രീസ് ഇത് മാക്സിമയുടെ വാട്ടർ പ്രൂഫ് ഗ്രീസ് ഇതിട്ടാണ് സെറ്റ് ചെയ്യണം. വാട്ടർ പ്രൂഫ് ഗ്രീസ് യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. ഓപ്പൺ ചെയ്. ആഹാ, नया ग्रीस आ गया. बोले मेरा नहीं, ये गाड़ी ഇതിൽ മറ്റേ വെറും നമ്മൾ ലോക്കലിൽ മേടിക്കുമ്പോഴേ അവർ ഈ മറ്റേ ഇത് തരുമല്ലോ, വെറും ബോൾ മാത്രമല്ല തരുള്ളൂ. അതാണോ നല്ലത്? ഇതാണോ നല്ലത്? ആളെ ഗ്രീസ് ചെയ്യാൻ പറ്റില്ല, ഇളക്കുമ്പോൾ താഴെ പോകുമല്ലേ. ബോൾ നമ്മൾ അതേ ഗ്രീസ് വെച്ചിട്ട് ബോൾ അതിലിടും അല്ലേ? രണ്ടാ ഇളക്കി ഗ്രീസ് ചെയ്യുന്ന കഴിഞ്ഞാൽ എല്ലാവരും പോയി കളയപ്പെടും. അതുപോലെ ഇതിൻ്റെ അടിയിലും ഇതെന്താ ഇത് ഏതിൻ്റെ ആടാ? ഓക്കെ, തിരിച്ചിട്ടേക്ക്. അതുപോലെ ഇതിൻ്റെ അടിയിലും ആകെ സപ്ലൈ ചെയ്ത് കൊടുക്കണം. പൊതുവെ കോൺസെപ്റ്റ് ഇടുമ്പോഴും ഇങ്ങനെയാണ് ഗ്രീസ് ചെയ്യാറ്. സോ റീഗ്രീസ് ചെയ്യുമ്പോഴും അത് തന്നെ ഫോളോ ചെയ്യണം. ഇതെവിടെ നിന്ന് ഒരു ഇത് വിട്ടെ ഈ മുകളിൽ അത് കുഴപ്പമില്ല. അതിൻ്റെ ആവശ്യമില്ലേ? എന്താ അതിൻ്റെ ഈ ഇതിൻ്റെ അകത്ത് കയറി കിടക്കുമല്ലേ ഇതിൻ്റെ ലോക്ക് മേളിൽ. ഓ ഓക്കെ.
ഇനി അതുപോലെ താഴെ ചെയ്ത പോലെ മുകളിലും ചെയ്ത് കൊടുക്കും. നമ്മൾ മുകളിലത്തെ ബോൾ മാത്രം മാറുന്നത്. എന്തുകൊണ്ടാണ് മുകളിലത്തെ ബോൾ മാറുന്നത്? ഉടഞ്ഞു പോയി. ആ ബോളൊക്കെ മൊത്തം കാണിച്ചു തരാമല്ലോ, ഇവിടെ കണ്ടല്ലോ, പൊട്ടിപ്പോയി. ചെറുതൊരു ക്രാക്ക് വീണു ആ ബോളിൽ. ഫുൾ ബോൾ സെറ്റിന് ഏകദേശം 30 രൂപ കൊണ്ടേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഇത് ഈ കോൺസെപ്റ്റ് മാറ്റി വലിയ ഓടിക്കാണൂല, ഒരു 5-6 അത്രേ ഓടിയിട്ടുള്ളൂ. താഴത്തെ ബോൾ കൊള്ളാന്നുള്ളതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. മുകളിലത്തെ ബോൾ വേണ്ട വേണ്ട, അത് താഴത്തെ ബോൾ നല്ല ബോളല്ലേ കിടന്നത് തന്നെ. പുതിയ വാങ്ങിക്കൊണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ ഇത് കുറഞ്ഞ ബെയറിംഗ് വല്ലതും അതോ? ഇത് കുറഞ്ഞതാ ബെയറിംഗ്. ഇതിന് പേരൊന്നും ഇല്ലായിരുന്നു, ഞാൻ ബോൾ ചോദിച്ചു അങ്ങനെ ബോൾ തന്നു. മൊത്തം ഇതിന് 30 രൂപ, അതിന് 20 രൂപ. ആ സാധനം അവിടെ. എവിടെയാ അത് വെച്ച് കഴിഞ്ഞാൽ? അയ്യോ, ലോക്ക് എവിടെ? ലോക്ക്. സോ ഈ ലോക്കും ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ ഈ ലോക്ക് ഇതിന് റീപ്ലേസ്മെൻറ്റ്. സോ ഈ ലോക്ക് മാറ്റുന്നത് നല്ലതാണ്. അതുപോലെ ഈ ഒരു സാധനവും ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രം കിട്ടും. 338 രൂപയോടു. ഇതിന് 20 രൂപ. ഈ ലോക്ക് 20 രൂപ. സോ ഇത് രണ്ടും മാറുമ്പോൾ ഇവിടെ ചെറിയ പ്ലേ ഇതൊക്കെ ഉണ്ടെങ്കിൽ സോ നമുക്കതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഈ ഷാഫ്റ്റിന് സ്ഥിരം വരുന്ന പ്രശ്നമാണ്, അതിന് കുറച്ച് ലൈഫ് കിട്ടും. പിന്നെ എപ്പോഴും ലൂബ് ചെയ്യുമ്പം ഈ സാധനം ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ലൂബ് അടിക്കാൻ മറക്കല്ലേ. കാരണം ഇത് ലൂബ് എന്തായാലും അടിക്കണം. അവിടെ ലൂബ് ഇല്ലാണ്ടൊക്കെ ആകുമ്പോഴാണ് ആ ഒരു പ്ലേ കൂടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ അൾട്രാ ചില്ലറ പരിപാടികളൊക്കെ ചെയ്ത് ആ ലൂബ് ഈ ഒരു പ്രശ്നം കുറയ്ക്കാൻ വേണ്ടി നോക്കണം പരമാവധി. എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സ്പ്രിങ്സ് സെറ്റ് ചെയ്യാം. സ്പ്രിങ് ഇട്ടു. എന്നിട്ട് ഓയിൽ ഇട്ടിട്ടായിരിക്കും ബിയറിങ്ങും. ഇനി ഓയിൽ ഒഴിക്കണം. നേരത്തെ പറഞ്ഞോടെ ഞാൻ ഇതിനു മുമ്പ് ഒഴിച്ചിരുന്നത് യമഹയുടെ 10W മെഗാഷോർ. അതിന് 500 ml 180 രൂപീസ് കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ യമഹയുടെ തന്നെ 10W നല്ലൊരു ഓയിലാണ്. അതായത് ഇതിനു മുമ്പ് ഒഴിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് കൊണ്ടുവരക്കാതെ മോട്ടൂളിൻ്റെ നോർമലി സ്റ്റോക്ക് പറഞ്ഞത് 350 ml ആണ്. എനിക്ക് 400 ഒഴിക്കണം. 400 കമ്പനി റെക്കമെൻഡഡ് 350 ml ഓയിലാണ് പെർ ലെഗിന്. സോ ആസ് പെർ മൈ സയൻറ്റിഫിക് ഇൻവെൻഷൻ ഞാൻ 50 ml കൂടുതൽ ഒഴിക്കും. ഞാനിപ്പോൾ ഒഴിക്കുന്നതാണ് മോട്ടോളിൻ്റെ. അത് 180 രൂപീസ് 500 ml. ഇത് എത്ര ml ആണ്? ഇത് എത്ര ml ആടാ? ഇത് 350 ml. ഇത് 350 ml ഏകദേശം സെയിം 180 179. So the 400 ml oil is going in. ഇനി 3 അടപ്പ് എവിടെ ഇട്ടിരുന്നു? താഴെ ക്യാപ്പ് താഴെയാണോ? ഇല്ലല്ലോ. ഇല്ലില്ല, ക്യാപ്പ് മുകളിൽ. നമ്മൾ ആദ്യം തുറന്നപ്പോൾ തെറിച്ചു പോയത് ക്യാപ്പല്ലേ.
ഇങ്ങനെയാണ് ഈ സാധനത്തിൻ്റെ ഹൈറ്റ് കൂട്ടിയത്. അത്രയേ ഉള്ളൂ. സെയിം സാധനം ബെസ്റ്റ് ലെഗിലും റിപ്പീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഡസ്റ്റ് ക്ലാപ്പ് ക്ലീൻ ചെയ്യും. WD-40 ഓടാടാ. സീല് ക്ലീൻ ചെയ്തിട്ട് WD-40 അടിച്ചിട്ട് വീണ്ടും ഡസ്റ്റ് ക്യാപ്പ് ഇടും. സാധനം ഫോർക്കിലും കിടക്കുകയാണ്. രണ്ട് സ്പ്രോക്കറ്റും ആ ഒരു ലോക്ക് മാറ്റമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്ന പണിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. छोड़ो थोड़ा सा क्लीन वॉश कर दें गाड़ी. स्लिप रबर अच्छा है ना? अलग आता है अच्छी है. ഒരു 5,000 അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിൽ ഈ ഒരു സാധനം മാത്രം മാറുന്നത് ബെറ്ററാണ്. ആ പരിപാടി കഴിഞ്ഞു. ഇനി സ്പ്രോക്കറ്റ് ബുഷും കൂടെ മാറണം. 138 റുപ്പീസ്. ഓക്കെ, ഇത് അച്ഛാ ഈ ഇത് ഊരാൻ വേണ്ടി ഹീറ്റ് ചെയ്തപ്പോൾ ഉരുകിയതാണ്. വേറെ കിട്ടിയില്ല, അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെന്ന് വെച്ചു.
എന്തോ അത് ഗ്രീസാണോ? ബ്രേക്ക് പാഡ് ഉണ്ടല്ലോടാ, മാറണ്ട ഇപ്പോഴത്തേക്ക്. പിന്നെ ബ്രേക്ക് പാഡും കൂടെ ഊരി ക്ലീൻ ചെയ്ത് തരണം. ഓക്കെ. ഇതാണ് സ്പ്രോക്കൺ റബ്ബർ FC-യുടെ. സോ ഇതെന്തിനാണ് മെയിൻലി മാറ്റുന്നത് നമ്മൾ? ഷേക്ക് ഉണ്ടാവായിരിക്കും, മറ്റേ ഗിയർ ഇടുമ്പോഴത്തേക്ക് തക്കുവെന്ന് പറഞ്ഞടിക്കില്ല. ഏത് ഗിയർ ഇടുമ്പോഴോ? ചെയിൻ പോക്കറ്റ് ആ ഒരു പ്ലേ വരും. ആ അതിനൊക്കെയാണിത്. ഇതും കൂടെ മാറിക്കഴിയുമ്പം ആ പണി തീരും. കേബിൾ ടൈ ഇല്ല ഈ ഫോർക്ക് പോട്ട് കെട്ടി വയ്ക്കാൻ, അതൊക്കെ അവിടെ ഒപ്പിച്ചിടണം. ഒന്നാണ് പഴയത്, പുതിയത് ഇട്ടിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹോസ്റ്റൽ എന്തായാലും മാറി. അപ്പം അങ്ങനെ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞു. പറഞ്ഞ ഇത് ഫുള്ള് മാറി സെറ്റ് ചെയ്തു. സോ എൻ്റെ കഥ ഈ വീഡിയോ എന്താണെന്ന് പറയണാൽ ആ ഫോർക്ക് എങ്ങനെയാണ് ഹൈറ്റ് കൂട്ടി നല്ലൊരു ഐഡിയ ഇല്ലാണ്ട് അതിൻ്റെയും പിന്നെ ഇതിൻ്റെ ഒരു ജസ്റ്റ് ടിപ്പ് വീഡിയോ ആണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പം ചെയ്യണമെന്ന് തോന്നി ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ റബ്ബർ മാറ്റി, അത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ കവറിങ് ആയിട്ട്. സോ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയുടെ ടോപ്പിക്. വണ്ടി ഫുള്ള് സെറ്റായി റെഡിയായി. സോ സീ യു ഇൻ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.